നമസ്കാരം സാർ. നമ്മളിവിടെ ചങ്കിലെ ചൈന എന്നൊക്കെ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ പറയുമെങ്കിലും പൊതുവെ ഒരു ധാരണയുള്ളത് ഇന്ത്യക്ക് എപ്പോഴും പണി തരുന്ന ഒരു രാജ്യമാണ് ചൈന എന്നാണ്. അപ്പോൾ ഇപ്പോൾ കേൾക്കുന്നത് റഷ്യയും ചൈനയും ഇന്ത്യയും ചേർന്ന് ചന്ദ്രനിൽ ഒരു ന്യൂക്ലിയർ പ്ലാന്റ് സ്ഥാപിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ആ ഒരു ബന്ധം എങ്ങനെയായിരിക്കും? അപ്പോൾ ഇതിൽ ഉപകരിക്കും, ബന്ധം കൂടുതൽ മെച്ചപ്പെടുമോ, അതെങ്ങനെയായിരിക്കും ഇത്? ഈ ഇന്ത്യയും ചൈനയും തമ്മിൽ ശത്രുക്കളാണ് എന്നൊക്കെ പറയുമെങ്കിലും ചില സമയത്തൊക്കെ അതിർത്തിയിൽ സംഘർഷമൊക്കെ ഉണ്ടാവും. പക്ഷേ കച്ചവടം മുറയ്ക്ക് നടക്കുന്നുമുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ കച്ചവടം നടന്നത് ഇന്ത്യ. 2023 ഏറ്റവും കൂടുതൽ കച്ചവടം നടത്തിയ രാജ്യം ചൈനയാണ്. അതൊരു വഴിക്ക് നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഉള്ളൊരു പദ്ധതി ആണ് ഈ റഷ്യയുടെ മധ്യസ്ഥതയിൽ. റഷ്യയാണ് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൽ ഇന്ത്യയും ചൈനയും പങ്കാളികളാവുകയാണ്. മറ്റ് ചന്ദ്രനിലെ ദൗത്യങ്ങൾക്ക് അവിടെ ഊർജം ആവശ്യമുണ്ട്. അവിടെ മനുഷ്യൻ പോയാലും പേടകങ്ങളൊക്കെ പോയാലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ സസ്റ്റൈനബിൾ എനർജി ആവശ്യമുണ്ട്. അപ്പോൾ ആ ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടെ ഒരു ആണവ നിലയം ചെറുതാണ് സ്ഥാപിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആണവ നിലയം സ്ഥാപിക്കുമ്പോൾ ഈ ന്യൂക്ലിയർ മെറ്റീരിയൽ സാമഗ്രികൾ, ആണവ സാമഗ്രികൾ അങ്ങോട്ട് കൊണ്ടുപോകണമല്ലോ. അവിടെ ഇല്ലല്ലോ. ഇവിടെ നിന്ന് അങ്ങോട്ട് യുറേനിയം ഒക്കെ കൊണ്ടുപോകേണ്ടിയൊക്കെ വരും. അത് വലിയ റിസ്ക് ഇല്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ. ഈ ഭൂമിയിലായിരിക്കുമ്പോഴാണല്ലോ അതിൻ്റെ അകത്ത്. അവിടെ ഈ ആണവ വികിരണം ആരെ ബാധിക്കാനാണ്? ഇപ്പോൾ ജീവികളൊന്നും ഉള്ളതായിട്ട് അറിവില്ലല്ലോ. അപ്പോൾ അതിൽ വലിയ റിസ്ക് ഇല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ചെയ്യുന്നത് റഷ്യയുടെ റോസാട്ടോം എന്ന് പറഞ്ഞ കമ്പനിയാണ്. ആ റോസാട്ടോം എന്ന് പറയുന്നത് റഷ്യയുടെ ന്യൂക്ലിയർ എനർജി കമ്പനിയാണ്. അതിൻ്റെ മേധാവി അലക്സി ലിഖാച്ചേവ് ആണ് കഴിഞ്ഞ ദിവസം ഈ വിവരം ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞത്. ആ പ്രഭാഷണത്തിൽ പറഞ്ഞത് ടാസ്, റഷ്യയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി, പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇയാൾ റൊസാറ്റോവിൻ്റെ, റഷ്യയുടെ ന്യൂക്ലിയർ എനർജി കമ്പനി, അതിൻ്റെ തലവൻ അലക്സി ലിഖാച്ചേവ് കഴിഞ്ഞ ദിവസം ഒരു പ്രഭാഷണത്തിലാണ് ഈ വിവരം പുറത്തുവിട്ടത്. അത് ടാസ്, റഷ്യയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി, ലോകത്തെ അറിയിക്കുകയും ചെയ്തു. ഈസ്റ്റേൺ ഇക്കണോമിക് ഫോറം, വ്ളാഡിവോസ്റ്റോക്കിൽ നടന്ന ഈസ്റ്റേൺ ഇക്കണോമിക് ഫോറത്തിൽ നടത്തിയൊരു പ്രഭാഷണത്തിലാണ് ഈ വിവരം അദ്ദേഹം വെളിപ്പെടുത്തിയത്. ഈ ചൈനയും ഇന്ത്യയും കൂടി ഇതിൽ ചേരുകയാണ് റഷ്യയുടെ ഈ പദ്ധതിയിൽ എന്നുള്ളത്. ചൈന ഓൾറെഡി അതിൻ്റെ പാർട്ടായിരുന്നു, പക്ഷേ ഇന്ത്യയും കൂടി വരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. ചെറുതായിരിക്കും പവർ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ റഷ്യയുടെ സ്പേസ് ഏജൻസി റോസ് കോസ്മോസ് അത് വേറെയാണ്. മറ്റേത് റോസാട്ടോം കമ്പനി. ഇത് റോസ് കോസ്മോസ്, റഷ്യയുടെ സ്പേസ് ഏജൻസി. ആ സ്പേസ് ഏജൻസി മെയ്യിൽ ഇത് അത്യാവശ്യം പണിയൊക്കെ നടക്കുന്നതായിട്ട് പറഞ്ഞിരുന്നു. പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ, ഈ ആണവ നിലയത്തിൻ്റെ. അത് 2-3 കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പൂർത്തിയാവുള്ളൂ. അപ്പോൾ ഒരു ചന്ദ്ര താവളം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വലിയ ഇവിടുത്തെ കോളനി പോലെയോ ലക്ഷം വീട് കോളനി പോലെയോ അങ്ങനെയൊന്നും ഉദ്ദേശിക്കേണ്ട. ചില മാധ്യമങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു മനുഷ്യ കോളനി സ്ഥാപിക്കുന്നു. അങ്ങനെയല്ല, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഉള്ള ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയാൽ ഒരു പെട്രോൾ പമ്പൊക്കെ വേണ്ട പെട്രോൾ അടിച്ചു പോകാൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഊർജ കേന്ദ്രമാണ് ഇത് എന്ന് ഉദ്ദേശിച്ചാൽ മതി. ഒരു ചന്ദ്രനിലൊരു താവളം ഉണ്ടാക്കുന്നു. ആ താവളത്തിന് ബേസ് എന്നാണ് പറയുന്നത്. കോളനി എന്നുള്ളതിനേക്കാൾ നല്ലത് ബേസ് എന്ന് പറയുകയാണ്. ഒരു താവളം, ആ താവളത്തിന് വേണ്ട കാര്യങ്ങൾ, അതിനുള്ള ഊർജം. ഇതാണ് അമേരിക്ക ഇങ്ങനൊരു സംഗതി നാസ വികസിപ്പിച്ച് വരുന്നതായിട്ട് പറയുന്നുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല. ഒരു ലോങ് ടേം ലൂണാർ സെറ്റിൽമെൻ്റാണ് എന്ന് പറഞ്ഞാൽ ദീർഘകാലം അവിടെ നിലനിൽക്കുന്ന ഒരു താവളം ആണ് അമേരിക്ക ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതിനേക്കാളും മുന്നേ ഇത് പ്രാവർത്തികമാകുമായിരുന്നു. അത് റഷ്യ സാധാരണഗതിയിൽ പണ്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. അമേരിക്കയ്ക്ക് മുമ്പേ നമുക്ക് കാര്യങ്ങൾ ചെയ്യണം
അവർ ചന്ദ്രനിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് സ്പുട്നിക്കൊക്കെ ആ കാലത്തൊക്കെ അയക്കുമായിരുന്നു. അപ്പോൾ ഈ സ്പുട്നിക് അന്ന് അയക്കുന്ന സമയത്ത് മധുരയിൽ പാർട്ടിയുടെ കോൺഗ്രസ്സുകളൊക്കെ ആയിരുന്നു, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. അപ്പോൾ റഷ്യയുടെ ഒരു പ്രതിനിധി വന്നിരുന്നു. അപ്പോൾ EMSO മറ്റോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ജോഷിയോ PC ജോഷിയോ മറ്റോ ഇനി റഷ്യൻ പ്രതിനിധി നമ്മളോട് സംസാരിക്കും എന്ന് അനൗൺസ് ചെയ്തു പാർട്ടി കോൺഗ്രസ് വേദിയിൽ. അപ്പോൾ എന്തോ ശകാരിക്കാൻ പോവുകയാണ്, നിങ്ങൾ ഈ വിഭാഗീയതയൊക്കെ നിർത്തണം എന്ന് പറഞ്ഞ് അങ്ങനെയാണെന്ന് പ്രതിനിധികളൊക്കെ പ്രതീക്ഷിച്ചത്. അപ്പം അങ്ങേര് പറഞ്ഞു നമ്മൾ സ്പുട്നിക് വിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് സഹാക്കളൊക്കെ കൈയടിച്ചു ആ സമയത്ത്. അപ്പോൾ അമേരിക്ക ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞിട്ട് ചെയ്യുന്നതാണ്. ഈ പങ്കാളികളാവുമ്പോൾ ഇത് വലിയ ചിലവേറിയതാണല്ലോ. അതിൻ്റെ അകത്ത് ഒരു ഷെയർ ഉണ്ടാവും, ചിലവ് കുറയ്ക്കാൻ പറ്റും, 3 പേർക്ക് ഉപയോഗിക്കാനും പറ്റും. അതാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഡ്രില്ലിംഗ്, റെഫ്രിജറേഷൻ, പവറിംഗ് റോവേഴ്സ് ഇതൊക്കെ ഈ നിലയത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ഹീറ്റിംഗ്, താപ സംവിധാനമൊക്കെ ഇതിൽ നിന്ന് വരും. അപ്പോൾ ചൂടാക്കൽ, തണുപ്പിക്കൽ ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരും എന്നർത്ഥം. സംവിധാനങ്ങൾ സങ്കീർണമാണ് അതിൻ്റെ പണി. റഷ്യ പക്ഷേ അത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പൈസയൊക്കെ കൊടുത്താൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓട്ടോണമസ് ആണ്, നേരിട്ട് മനുഷ്യൻ ബന്ധമില്ലാതെ ആണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. 2021 റഷ്യയും ചൈനയും തമ്മിൽ ഇത് തുടങ്ങിയിരുന്നതാണ്, ഈ സംയുക്ത പരിപാടികളൊക്കെ താവളത്തിന് വേണ്ടി. ഇൻ്റർനാഷണൽ ലൂണാർ റിസർച്ച് സ്റ്റേഷൻ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഉണ്ടാക്കി. അതിൻ്റെ നേതൃത്വത്തിലാണ് പണി നടക്കുന്നത്. ഇത് എപ്പോഴാണ് തീരുക എന്ന് നേരത്തെ ചോദിച്ചില്ലേ? 2035, 2045 ആ ഘട്ടത്തിൽ ഇത് തീരും എന്നാണ്. 2040 മനുഷ്യനെ എത്തിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം അതിന് ഇത് സഹായകമാവൂലേ? വലിയ സഹായമായിരിക്കും. അതും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. 2040 നമ്മൾ മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാനായിട്ട് വലിയ സഹായമാണ് ഇത് ചെയ്യുക. കാരണം അതിൻ്റെ ചെലവുകളെ പറ്റിയൊക്കെ നമുക്ക് വലിയ ബോധറേഷനൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണിത് ചെയ്യുക, എത്ര ദിവസം. ഇപ്പോൾ ഒരു മറ്റേ സുനിത വില്യംസും ഒക്കെ അവിടെ പോയി പെട്ട് കിടക്കുന്നുണ്ടല്ലോ, കുറേ നാളായില്ലേ അവർ അവിടെ. അങ്ങനെ കുറേ കാലം ഇവിടുന്ന് പോകുന്ന മനുഷ്യൻ, മുമ്പ് ആംസ്ട്രോങ് ഒക്കെ പോയ കാലത്തൊക്കെ കുറച്ച് നാൾക്ക് ശേഷം തിരിച്ചു വരികയാണല്ലോ. ഇത് പരീക്ഷണ ഗവേഷണങ്ങളൊക്കെ നടത്താൻ കുറച്ച് കാലം നമ്മളയക്കുന്ന ശാസ്ത്രജ്ഞനോ ആരാണെന്ന് വെച്ചാൽ അവിടെ താമസിക്കാനായിട്ട് ഇത് ഉപകാരപ്പെടും. അവിടെ ഊർജ സംവിധാനങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ 2035, 2045 എന്ന് പറഞ്ഞിട്ട് 2045 എത്തിയിരുന്നുള്ളൂ എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനുഷ്യൻ്റെ ചന്ദ്രയാത്ര ചിലപ്പോൾ വൈകിയെന്നും വരാം, 5 കൊല്ലം വൈകിയെന്ന് വരാം. ഇത് ഇന്ത്യൻ നയതന്ത്രം ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ സംസാര വിഷയമാണ്. യുക്രൈനും റഷ്യയ്ക്കും വേണ്ടപ്പെട്ട ലോകത്തിലെ ഏക രാജ്യമാണ് ഇന്ത്യ. ഇപ്പോൾ വിരോധമില്ല, രണ്ടുപേരും പുടിനും ആലിംഗനം ചെയ്യും മോദിയെ, സെലൻസ്കിയും ആലിംഗനം ചെയ്യും. ഒന്ന് സഹായിക്കണമെന്ന് പറയാറുമൊക്കെ ഉണ്ട്. സഹായിക്കാനാണ് ഇപ്പോൾ ധോവൽ മോസ്കോയിലേക്ക് പോകുന്നത്. ഒരു സംശയം ചോദിക്കട്ടെ, ഇപ്പം റഷ്യയും ചൈനയുമായി ഇത് പ്ലാൻ ചെയ്തു. അപ്പോൾ അതിൽ ഇന്ത്യയെ കൂടെ അവർ ഉൾപ്പെടുത്തിയതിൽ നമ്മുടെ BJP സർക്കാർ, മോദി സർക്കാരിന് അതിൽ വ്യക്തമായ പങ്കുണ്ടാവുമല്ലോ. ഉണ്ട്, അദ്ദേഹത്തിൻ്റെ നയങ്ങളായിരിക്കുമല്ലോ അതിന് കാരണമായിട്ടുണ്ടാവും. അതെ, അതാ പറഞ്ഞു വരുന്നത്. ഗഗൻയാനിൽ നമ്മൾ അമേരിക്കയുടെ സഹകരണമാണ് തേടിയിരുന്നത്. ഗഗൻയാൻ വന്നപ്പോൾ, ഇപ്പം നമുക്ക് വന്നപ്പോൾ ഈ ലൂണാർ പവേർഡ് പ്രോജക്റ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ ചൈനയും റഷ്യയുമായിട്ട് നമ്മൾ ചേരുന്നു. റഷ്യയായിട്ട് നമുക്ക് നല്ല ബന്ധമാണ്, ഒരുപാട് എണ്ണയൊക്കെ മേടിക്കുന്നു. ചൈനയായിട്ട് നല്ല ബന്ധമല്ല, പക്ഷേ ഇതിൽ സഹകരിക്കുന്നു. ഇതാണ് നമ്മുടെ നയതന്ത്രം എന്ന് പറയുന്നത്. നമുക്ക് ഗുണമുണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ യുദ്ധത്തിനൊന്നും പോകുന്നില്ല, നമുക്കതിന് ചെലവ് ചെയ്യാനുമില്ല. ISROയുടെ ചെയർമാൻ സോമനാഥ് കുറച്ച് നാൾ മുമ്പ് ഒരു സിമ്പോസിയത്തിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ജിയോനാറ്റിക്സ്, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് റിമോട്ട് സെൻസിങ് അവരുടെ ഒരു സെമിനാറിൽ നവംബർ 28 കഴിഞ്ഞ കൊല്ലം നമ്മുടെ റോഡ് മാപ്പ് എന്താണെന്ന് വിശദീകരിച്ചിരുന്നു. ഇതിനെ സംബന്ധിച്ച്, മനുഷ്യനെ അങ്ങോട്ട് അയക്കുന്നതിനൊക്കെ സംബന്ധിച്ചിട്ട്.
അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു മോദി നമ്മുടെ ഈ ചന്ദ്രയാൻ ഒക്കെ വിജയത്തിന് ശേഷം അന്ന് മോദി പറഞ്ഞാണ് നമ്മൾ ഇനി മനുഷ്യനെ അയക്കണം 2040 ആവുമ്പോൾ, ഇത് നമ്മൾ ചെയ്തിരിക്കും. പക്ഷേ അങ്ങനെ മനുഷ്യനെത്തുമ്പോൾ ഒരു ലൂണാർ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലേ, ഇവിടെ റോഡ് അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ അവിടെ ഒരാൾ പോകുമ്പോഴൊക്കെ താമസിക്കാനുള്ള സൗകര്യം, അതാണ് അടിസ്ഥാന സൗകര്യമാണ് ഇത്, ലൂണാർ ഇൻഫ്രാസ്ട്രക്ചർ. അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അന്ന് പോകുമ്പോൾ 2023 ഈ റോബോട്ടിക് മിഷനാണ് നമ്മുടെ ചന്ദ്രയാൻ 3 എന്ന് പറഞ്ഞാൽ അവിടെ പോയത്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ചൈനയുടെയൊക്കെ വളരെ പിന്നിലാണ്. പക്ഷേ ഇത് വന്നു കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടിയൊക്കെ അവരുടെ ഒപ്പമോ മുമ്പിലേക്കോ ചെല്ലും. ഇനി ഇതിൻ്റെ അകത്തൊരു ചോദ്യമുണ്ട്, നമുക്കവിടെ സോളാർ പവറോ ഒക്കെ ആയിക്കൂടെ എന്ന് ചോദിക്കും. അപ്പോൾ ഭൂമിക്ക് ചുറ്റും ചന്ദ്രനിലും ഈ ഭ്രമണത്തിൻ്റെ സമയമുണ്ടല്ലോ, ആ സമയം 28 ദിവസം തന്നെയാണ്. ആ 28 ദിവസത്തിൽ ഈ അങ്ങനെ ഭ്രമണം ചെയ്യുന്നതുകൊണ്ട് 28 ദിവസം, അതുകൊണ്ടാണ് ചന്ദ്രൻ്റെ ഒരു വശമേ നമ്മൾ കാണുന്നുള്ളൂ ഭൂമിയിൽ നിന്ന്. അതിൽ 14 ദിവസം ലൂണാർ ഡേ ആണ്, 14 ദിവസം ചന്ദ്രനിലെ പകൽ, 14 ദിവസം രാത്രിയാണ്. അപ്പോൾ പിന്നെ സോളാർ പവർ എന്ന് പറഞ്ഞ് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല, 14 ദിവസം സോളാർ പവർ ഇല്ലല്ലോ. അതുകൊണ്ട് ഇത് തന്നെ അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യമായിട്ടുള്ളൂ. അപ്പോൾ സോളാർ പവർ എന്ന് പറയുന്നത് ചന്ദ്രനിൽ 14 ദിവസം നീളമുള്ള രാത്രിയിൽ സാധ്യമല്ല എന്ന് കണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് ചൈനയുമായി നമ്മൾ ഇപ്പോൾ 2045 വരെ ഇങ്ങനൊരു സഹകരണം തുടരുകയാണെങ്കിൽ അതിർത്തിയിൽ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ബോംബ് പൊട്ടുവോ, കുറച്ച് ഇന്ത്യക്കാർ മരിക്കുമോ, അതെ മാറ്റമൊക്കെ ഉണ്ടാക്കും എന്ന് വേണം കരുതാൻ. കൂടുതൽ ബലപ്പെടുമോ? അത് ഈ കച്ചവടം എപ്പോഴും ഉണ്ടാകുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പോൾ കച്ചവടം കൂടുതൽ നടക്കുന്നത് ചൈനയുമായിട്ടാണ്. കച്ചവടം നടക്കാനായിട്ട് എപ്പോഴും സമാധാനം വേണം. സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിൽ ബിസിനസ് നടക്കും. അതുകൊണ്ട് ഒരു കച്ചവടക്കാരനും നിങ്ങളിവിടെ പോരാടൂ, യുദ്ധം നടത്തുമെന്നൊന്നും പറയില്ല, നടന്നു പോകണമല്ലോ. കച്ചവടം ഇപ്പോൾ ചൈനയെ സംബന്ധിച്ച് ചൈന വലിയ പ്രയാസത്തിലാണ് നിൽക്കുന്നത്. ഇന്ത്യ ഓൾറെഡി ഒരു സൂപ്പർ പവറാണ്. ഞാൻ ഇന്നലെ അമേരിക്കയുടെ ഒരു വീഡിയോ കണ്ടു. ഈ രാഹുൽ ഗാന്ധി പോയിട്ട് ഇന്ത്യയെ ചീത്ത പറയുന്നുണ്ടല്ലോ അവിടെ. അമേരിക്കക്കാരൻ ചെയ്തൊരു വീഡിയോ ഞാൻ കണ്ടു, ഇന്ത്യ ഈസ് ഓൾറെഡി എ സൂപ്പർ പവർ എന്ന് പറഞ്ഞിട്ട് കാരണങ്ങൾ വിശദീകരിക്കുന്ന ഒരു സംഭവം. നമ്മൾ മുമ്പ് ഇന്ദിരാഗാന്ധി ഭരിക്കുമ്പോൾ പോലും ദാരിദ്ര്യാവസ്ഥയിലായിരുന്നു, സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പറയേണ്ടതില്ല. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വലിയ കുതിച്ചുചാട്ടമാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ഇന്ത്യയിൽ നടന്നിരിക്കുന്നത്. അവിടെ റിയൽ എസ്റ്റേറ്റ് മേഖല തകർന്ന് തരിപ്പണായിട്ട് കിടക്കുകയാണ്. ഈ മാറ്റങ്ങളൊന്നും ഈ രാഹുൽ ഗാന്ധി അറിയുന്നില്ലേ? അറിയാതാണോ ഇപ്പോൾ വിദേശത്ത് പോയി ഇന്ത്യക്കെതിരെ പ്രസ്താവനകൾ? അല്ല, അങ്ങേരുടെ മുതലാളി ജോർജ് സോറോസ് ആണ്. അപ്പോൾ ജോർജ് സോറോസിന് വേണ്ട രീതിയിലാണ് അവിടെ പോയിട്ടൊക്കെ സംസാരിക്കുന്നത്. ഭാവി പ്രധാനമന്ത്രിയല്ലേ എന്നും? അതെ, അപ്പോഴും ജോർജ് സോറോസിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കും. അപ്പോഴും മറ്റേ റിമോട്ട് കൺട്രോൾ ആയിരിക്കും അർത്ഥം. കടിഞ്ഞാൺ സോറോസിൻ്റെ കയ്യിലായിരിക്കും. മണ്ടത്തരമാണല്ലോ അമേരിക്കയിൽ പോയിട്ടും പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നത്. പ്രതിപക്ഷ നേതാവ് രാജ്യത്തിനുള്ളിൽ നിന്ന് അഭിപ്രായം പറയാം, പക്ഷേ രാജ്യത്തിന് പുറത്തു പോയി രാജ്യത്തെ മോശമാക്കുന്ന രീതിയിൽ പറയുന്നത് എന്തായാലും തെറ്റ് തന്നെയാണ്. അല്ല, അദ്ദേഹത്തിനും പ്രധാനമന്ത്രി ആകണം എന്നൊരാഗ്രഹം ഉണ്ടാവും. പിന്നെ നേരത്തെ ഈ എഴുതി കൊടുക്കുന്നത്, ഇപ്പോൾ സോണിയാഗാന്ധിയുടെ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്ന ഹർഷ് മന്ദർ എന്ന് പറഞ്ഞ പഴയ IAS കാരനാണ് ധ്രുവ് റാട്ടി എന്ന് പറഞ്ഞ ഇന്ത്യ വിരുദ്ധന്, ജർമ്മനിയിലുള്ള ഹരിയാനക്കാരൻ. പഴയ ആപ്പിൻ്റെ IT സെൽ അംഗമാണ് അയാൾ. അയാൾക്ക് സ്ക്രിപ്റ്റൊക്കെ എഴുതി കൊടുക്കുന്നത് ഈ ഹർഷ് മന്ദർ എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ഈ സൂപ്പർ സ്റ്റാറുകളൊക്കെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഒന്നും പറയാതിരുന്നില്ല കുറച്ച് നാൾ. എന്താ സൂപ്പർ സ്റ്റാറുകളുടെ പ്രശ്നം? അവർക്ക് സംസാരിക്കാനായിട്ട് ഒരു തിരക്കഥയും അതിൽ വേറൊരാൾ എഴുതി കൊടുത്ത സംഭാഷണവും വേണം എന്ന് പറഞ്ഞ പോലെയാണ്. വേറെ തിരക്കഥയും വേറെ ആൾ എഴുതി കൊടുത്ത സംഭാഷണവുമാണ് രാഹുൽ ഗാന്ധിയുടേത്.